ചെറിയൊരു ഗ്രേവിയിൽ ഒരു അടിപൊളി തന്തൂരി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. എന്നാ വരി വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 5 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6 വറ്റൽമുളക്, 1/2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1 നുള്ളു മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് 2 സ്പൂണ് വിനാഗിരിയും ലേശം വെള്ളം ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് മിക്സിയുടെ ജാർ കറക്കുക. അപ്പൊ ചിക്കനിൽ ചേർക്കാനുള്ള മസാല റെഡിയായ സ്ഥിതിക്ക് ചിക്കന്റെ 3 ലെഗ് പീസ് എടുത്തിട്ടുണ്ടാ. നന്നായി കഴുകി ഓരോ ചിക്കനിലും 4 ഈച്ച വരട്ടെ. നമ്മളിവിടെ 4 വരെ ഇട്ടിട്ട് നിങ്ങൾക്ക് എത്ര വരെ ഇഷ്ടം അത്ര ഇടാം. മിക്സിയുടെ ജാറിലുള്ള മുഴുവൻ മസാല ഇതിക്ക് തട്ടരുത്, കുറച്ച് മസാല തട്ടിയിട്ട് ഒരു 55 സെക്കൻഡ് ഈ ചിക്കൻ ഒന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അരമണിക്കൂറിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇടുക. എന്നിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ ഈ ഫ്രൈ പാനിലോട്ട് വെക്കുക. ഞാൻ ഈ 3 പീസ് ചിക്കനും ഈ ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ആകെ ചിക്കൻ വേവാൻ വേണ്ട സമയം 20 മിനിറ്റ് ആണ്. 10 മിനിറ്റിന് ശേഷം ഈ ഫ്രൈ പാന്റെ മൂടിയൊന്ന് തുറന്നിട്ട് ഇതൊന്ന് മറിച്ചിടുക. ഒരു സ്മൂത്തി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോള് കുറച്ച് ഓയിൽ വെച്ചിട്ട് ബാക്കിയുള്ള 10 മിനിറ്റ് ഈ ചാർക്കോളോട് കൂടി വേവട്ടെ. അങ്ങനെ 20 മിനിറ്റിന് ശേഷം നമ്മളെ തന്തൂരി ചിക്കൻ റെഡിയായി. തന്തൂരി ചിക്കൻ മുഴുവനാവണമെന്നുണ്ടെങ്കിൽ നേരത്തെ അരച്ചു വെച്ച മസാലയുടെ ബാക്കി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒരു മീഡിയം ചൂടിൽ ഇതൊന്ന് സർവ് ചെയ്തോളി. നമ്മളെ സിമ്പിൾ തന്തൂരി ചിക്കൻ റെഡി. ഈ തന്തൂരി ചിക്കൻ കഴിക്കേണ്ട സമയത്ത് കുറച്ച് മയോണീസ് ഒക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി ടേസ്റ്റ് ഹെവി ആയി കിട്ടും കേട്ടോ. ഇതുപോലത്തെ സിമ്പിൾ ഫുഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.